ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാറോ. എന്ത് ചിന്തകളാണ് നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതെന്നും എന്താണ് അതിലേക്കുള്ള ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം. എന്താണ് നിങ്ങളെ ഇപ്പോൾ ഒരു ഗ്രോത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു കാർഡ് കൂടി എടുക്കാം. 10 ഓഫ് സോർഡ്സ്. എന്താണ് ഗൈഡൻസ്? പേജ് ഓഫ് കപ്സ്. തന്നിരിക്കുന്ന കാർഡുകൾ 4 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ് ആണ്. അത് രണ്ടും ഗൈഡൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് തന്നെയാണ്. നിങ്ങൾ ഉള്ളതിൽ തൃപ്തനായി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയാണ് നിങ്ങൾക്കുള്ളത്. അത് നിങ്ങളുടെ പണമായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഏത് കാര്യമായാലും അറിവായാലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ആ ഉള്ളതിൽ തൃപ്തനായിട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് വെച്ചിട്ട് ആ ഫ്ലോ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒന്നും നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനോ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു വൈഡ് ആയിട്ടുള്ള രീതിയിൽ ഒന്നിനെയും കാണുന്നില്ല. എല്ലാം കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും. നിങ്ങൾ ഒരിക്കലും ബ്രോഡായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾ ആണ് നിങ്ങളെ, ഇടുങ്ങിയ ചിന്തകളാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് എന്നുള്ളതാണ്. 10 ഓഫ് സോർഡ്സ് ആണ്. അതായത് നിങ്ങൾ പരാജയം സ്വയം സമ്മതിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു പരാജയം ഏറ്റല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് മാറ്റാനാണ് പറയുന്നത്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഗൈഡൻസ് ആയിട്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു യങ്ങർ എനർജി കൊണ്ടുവരിക, അതുപോലെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ തയ്യാറാവുക. എങ്കിലാണ് ഡിവൈൻ കൊണ്ടുവരുന്ന നിങ്ങളുടെ പുതിയ ബന്ധങ്ങളായാലും അവസരമായാലും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പഴയതിനെ മാറ്റിയിട്ട് പുതിയതിനെ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് പണമായാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാം നിങ്ങളിലേക്ക് വരും. ഈ ഒരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എനർജി നിങ്ങളോട് മാറ്റാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഡെക്ക് 4 ഓഫ് കപ്സ് ആണ് വന്നത്. അതായത് നിങ്ങൾ പഴയ കാര്യങ്ങൾ, നിങ്ങൾ നഷ്ടപ്പെട്ട പോയ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിരിക്കാതെ നിങ്ങളിലേക്ക് ഡിവൈനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഓഫർ ഉണ്ട്. അത് ഡിവൈൻ കൊണ്ടുവരുന്ന ഓഫർ ഈ നഷ്ടപ്പെട്ടതിനെക്കാട്ടിലും മൂല്യമുള്ളതാണ്. അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. അതിനെ നിങ്ങളെപ്പോഴും ഓപ്പൺ അപ്പ് ആയി നിൽക്കുക, എല്ലാത്തിനെയും സ്വീകരിക്കാൻ തയ്യാറാകുക. ആ ബ്ലോക്ക് എനർജി അവിടെ നിന്ന് മാറ്റുക. മനസ്സ് വളരെയധികം സന്തോഷത്തോടെയും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങളുടെ ബ്ലോക്കേജ് അതാണ്, അത് മാറ്റുക കേട്ടോ. നല്ല രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഡിവൈൻ തരുന്നത് സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.